കുട്ടികളെ നമസ്കാരം. ബാലോപദേശത്തിലെ 58-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് നേരത്തെ കണ്ട ആ ചിഹ്നങ്ങളുണ്ടല്ലോ, മതമത്തൻ്റെ ചിഹ്നങ്ങൾ, അതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ്. മറ്റുള്ള ചിഹ്നങ്ങൾ അയാൾ എന്ത് ചെയ്യും, അയാളുടെ പ്രവൃത്തിയിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. ആ ചിഹ്നങ്ങളാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത്. നമുക്ക് ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. വ്രജിച്ചിടും പോകരുതാത്ത ദിക്കിൽ, ഭുജിച്ചിടും തിന്നരുതാത്തതെല്ലാം, ഭജിച്ചിടും ദുഷ്ടജനങ്ങളെ താൻ, ത്യജിച്ചിടും ജാതിമതാശ്രമങ്ങൾ. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ അന്വയം: പോകരുതാത്ത ദിക്കിൽ വ്രജിച്ചിടും, തിന്നരുതാത്തതെല്ലാം ഭുജിച്ചിടും, ദുഷ്ടജനങ്ങളെ താൻ ഭജിച്ചിടും, ജാതിമതാശ്രമങ്ങൾ ത്യജിച്ചിടും. ഇതാണ് എൻ്റെ പ്രോസ് ഓർഡർ. ഇതിലിപ്പോൾ ആരാണ് ഈ ചെയ്യണതൊക്കെ? വ്രജിക്കലും ഭുജിക്കലും ഭജിക്കലും ത്യജിക്കലും ഒക്കെ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്ക് ഇതൊരു മുക്തക സ്വഭാവം ഇല്ലാത്ത ശ്ലോകമാണ്. പക്ഷേ നമുക്ക് ആ സന്ദർഭം കൊണ്ട് ഇപ്പോൾ മതക്കാരുടെ ചിഹ്നങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാരണം മതമുള്ള ആൾക്കാരുടെ ലക്ഷണമാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മതം ഉള്ള ആള് പോകരുതാത്ത ദിക്കിൽ വ്രജിച്ചിടും എന്നാണ് പറയുന്നത്. വ്രജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഗമിക്കുക, പ്രാപിക്കുക, പോവുക എന്നർത്ഥം. അപ്പം പോവാൻ പാടില്ല ദിക്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ പോവും. അതാണ് ഈ മതമുള്ള ആളുടെ വേറൊരു ചിഹ്നം, ലക്ഷണം എന്നർത്ഥം. ശരിക്ക് ഈ വിധി നിഷേധങ്ങൾ ഒക്കെ നല്ലവരായുള്ള ആൾക്കാർ അറിയാത്തവർക്ക് വഴികാട്ടിയായിട്ട് കൊടുത്തുള്ള കാര്യങ്ങളാണ്. അവർ കാര്യകാരണ സഹിതം അതിൻ്റെ ഗുണം മറ്റുള്ളവർക്ക് ഗുണം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിധി നിഷേധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അറിവിനായിട്ട് മാർഗദർശിയായിട്ട് കൊടുക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഇന്ന ദിക്കിൽ പോകരുത് എന്ന് പറഞ്ഞാൽ അവിടെ പോകണം. എന്താ അവിടെ പോയാൽ ഞാനവിടെ പോകാൻ ഭാവമുണ്ട് എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ പലപ്പോഴും കാണാം, ഇവിടെ കുളിക്കാൻ ഇറങ്ങരുത് ചില കടലിൻ്റെ വക്കത്ത്. കാരണം അവിടെ വല്ല പാറക്കെട്ടുകളോ അല്ലെങ്കിൽ വേറെ അപകടങ്ങളോ ശക്തിയായിട്ടുള്ള തിരമാല അടിക്കുന്ന സ്ഥലമൊക്കെ ആവും. അപ്പോൾ എന്തെങ്കിലും അരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരു ഒരു പ്രവണത, അത് ഈ മതക്കാരുടെ ലക്ഷണമാണെന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തിന്നരുതാത്തതെല്ലാം ഭുജിച്ചിടും, തിന്നും. തിന്നാൻ പാടില്ലാത്തത് തിന്നുന്നർത്ഥം. പണ്ടും ഇതുമാതിരി ഓരോരുത്തരും ഇന്നത് കഴിക്കാം ഇന്നത് കഴിക്കരുത് എന്നുള്ള ചില നിബന്ധനകൾ വച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും നന്നായിരിക്കണം എന്നുള്ള മോഹമുള്ള പഴയ ആചാര്യന്മാരാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇപ്പോൾ ജോലി തന്നെ 4 തരമായിട്ട് തിരിച്ചത് അത് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. എല്ലാവർക്കും ജോലി കിട്ടണം, എല്ലാവർക്കും അവരുടെ കഴിവിനും അവരുടെ ഇതിനും അനുസരിച്ചുള്ള ജോലി കിട്ടണം എന്നുള്ള പണ്ട് വളരെ നിർബന്ധമായിരുന്നു. അതിനനുസരിച്ചിട്ടാണ് ഈ ജാതി വ്യവസ്ഥ തന്നെ തുടങ്ങിയത്. അപ്പോൾ അവരുടെ ആ ജാതി അനുസരിച്ചുള്ള പ്രവൃത്തി, അതിന് പറ്റിയുള്ള ഭക്ഷണങ്ങൾ വേണം. അപ്പോൾ ഇരുന്നും കൊണ്ട് ജോലി ചെയ്യണ അധ്യയനം ഉള്ള ജാതിയാണെന്ന് വെച്ചാൽ അവർ വല്ലാതെ ശക്തിയായിട്ട് ഭക്ഷണം കഴിച്ചാൽ പാടില്ല.
പിന്നെ അതുപോലെ തന്നെ ചില നിബന്ധനകളുണ്ട്. ഇപ്പോൾ അടയ്ക്ക കഴിച്ചാൽ കൊഞ്ഞപ്പടയവും അധികം ശബ്ദം വേണ്ട വിധത്തിൽ പുറപ്പെടില്ല. അത് കാരണം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ബ്രഹ്മചാരികൾ അടയ്ക്ക കൂട്ടരുത് എന്ന് പണ്ട് ഒരു നിബന്ധന വെച്ചിരുന്നു. അപ്പം അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ തിന്നാൽ ഞാൻ തിന്നാൻ ഭാവമുണ്ട് എന്നുള്ള മാതിരി ആണ് ഈ മതമുള്ള ആൾക്കാർ വിചാരിക്കുക എന്നർത്ഥം. ഇപ്പോൾ ക്ഷത്രിയന്മാർ അവർക്ക് ധാരാളം എനർജി വേണ്ട കൂട്ടരാണ്, യുദ്ധം ചെയ്യലും ഒക്കെയാണല്ലോ. അപ്പോൾ അവരുടെ ഭക്ഷണ രീതിയും ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഈവൻ മദ്യപാനം അടക്കം ആവാം അവർക്ക്. കാരണം വളരെ വിഷമം പിടിച്ച ദിക്കിലൊക്കെ ജൂനിയർ പട്ടാളക്കാരില്ലേ, ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ കഴിക്കേണ്ടി വരും. അപ്പോൾ അവരവരുടെ ജോലിക്കനുസരിച്ച് ഭക്ഷണത്തിലെ ചില നിബന്ധനകൾ വെച്ചിരുന്നു. അതൊക്കെ ഈ പറഞ്ഞ മാതിരി അതൊക്കെ ഈ നിബന്ധനയൊന്നും ഇവർക്ക് ബാധകമല്ല എന്നർത്ഥം, മതമുള്ളവർക്ക് ബാധകമല്ല. അതായത് അവർ അത് ഇതില്ല, ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം എന്നുള്ളൊരു നാട്യമാണെന്നർത്ഥം അവർക്ക്. പിന്നെ ദുഷ്ടജനത്തെയെല്ലാം ഭജിച്ചിടും. ശരിക്കും സജ്ജനങ്ങളെയാണ് ഭജിക്കേണ്ടത്. പക്ഷേ അവർ അവിടെ അത് പറഞ്ഞാൽ അവർ കേൾക്കില്ല. മാത്രമല്ല ഒരു ഞാൻ തീരുമാനിച്ചോളാം. അപ്പോൾ ദുഷ്ടജനങ്ങളെ ഭജിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം വെച്ചാൽ എന്തെങ്കിലും വേറെ സഹായം, ഒരു കള്ളസാക്ഷി പറയാനോ അതുപോലെ എന്തെങ്കിലും അപകടമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ദുഷ്ടജനത്തെ സേവിച്ചാൽ ഇടയ്ക്ക് ഗുണമുണ്ടാവും. അത് കണക്ക് ആ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇയാൾ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല. അതുമാത്രമല്ല പറയില്ലേ, യു ടെൽ മീ ഹൂ യുവർ ഫ്രണ്ട്സ് ആർ, ദെൻ ഐ വിൽ ടെൽ യു ഹൂ യു ആർ എന്നൊരു ചൊല്ല് തന്നെ ഉണ്ട്. അതായത് എ മാൻ ഈസ് നോൺ ബൈ ദ കമ്പനി ഹി കീപ്സ്. അപ്പോൾ ദുഷ്ടജനങ്ങളോട് സഹവാസമുള്ള ആൾ ദുഷ്ടനായിത്തീരും. അപ്പോൾ അത് മതത്തിൻ്റെ ഒരു ലക്ഷണമാണ് എന്നാണ് ചുരുക്കത്തിൽ ഇതിൻ്റെ അർത്ഥം. പിന്നെ ത്യജിച്ചിടും ജാതിമത ആശ്രമങ്ങൾ. ജാതി എന്ന് പറഞ്ഞാൽ ഒരേ ധർമ്മത്തോടു കൂടിയ വ്യക്തികളുടെ സമൂഹം. തെങ്ങ് എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ വൃക്ഷം എന്നത് അതിൻ്റെ ജാതിയാണ്. അപ്പോൾ ഇതും വീണ്ടും പറയുകയാണ്, പഴയ കാലത്ത് എല്ലാവർക്കും ജോലി കിട്ടണം എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും അവരുടെ കഴിവിനനുസരിച്ച് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി. അല്ലാണ്ട് ജന്മം കൊണ്ടല്ല, അവരുടെ ശാരീരിക ശക്തിയും ബുദ്ധിശക്തിയൊക്കെ അനുസരിച്ച് എല്ലാവർക്കും ജോലി, ഈവൻ നപുംസകങ്ങൾക്കും കൂടിയും അന്ന് ജോലി കൊടുത്തിരുന്നു. ആണും പെണ്ണും അല്ലാത്ത ആൾക്കും അവർക്ക് പറ്റിയ ജോലി. ഇപ്പോൾ അന്തഃപുരത്തിൽ ഇതിൻ്റെ സുരക്ഷ അതിന് വേണ്ടിയിട്ട് നപുംസകങ്ങളെ വെച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടണം. അതായത് ബുദ്ധിയുള്ള ആളാണെന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ, ബുദ്ധി കുറഞ്ഞ ആളാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പരിചാരകർമോ എന്താ വെച്ചാൽ അത്. അതുപോലെ എല്ലാവർക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് തുടക്കത്തിൽ ജാതി മത വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹിന്ദുമതം, ക്രിസ്ത്യൻ മതം അങ്ങനെയുള്ള ഇഷ്ടം, ധർമ്മം എന്നൊക്കെ അർത്ഥമാണ്. ആശ്രമം 4 തരം ആശ്രമമാണ്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇപ്പോൾ ബ്രഹ്മചര്യം പഠിക്കണ കാലം, ആ സമയത്ത് എന്തൊക്കെ ചെയ്യരുതെന്നുള്ള ചില വ്യവസ്ഥയുണ്ട്. അതുപോലെ ഗാർഹസ്ഥ്യാശ്രമത്തിൽ ഉള്ള ആൾക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് എന്നൊക്കെ കണക്കുണ്ട്. അതൊന്നും ഈ മതമുള്ള ആളെ സംബന്ധിച്ചിട്ട് അതൊരു പ്രശ്നമല്ല എന്നർത്ഥം. അത് നല്ല നിലയ്ക്ക് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നല്ലതാണ്. പക്ഷെ അത് ഓരോ കാലത്തും ഉള്ള വ്യവസ്ഥകളെ ലംഘിക്കാനുള്ള ഒരു പ്രവണത ഉള്ളവരൊക്കെ മതക്കാരാണ് എന്ന് ആണ് പറഞ്ഞു വരുന്നത്. പിന്നെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ഓരോന്നിൻ്റെയും ഗുണവും ദോഷവും വരും. അപ്പോൾ കയറുണ്ടാക്കുന്ന ആൾ കയറുണ്ടാക്കിയല്ലോ, അത് വെള്ളം കോരാൻ വേണ്ടി കൊട്ടക്കോരയിലേക്ക് കെട്ടണോ അതോ ഊഞ്ഞാൽ കെട്ടണോ
അതോ ആത്മഹത്യക്കോ അല്ലെങ്കിൽ ആളെ തൂക്കിക്കൊല്ലാനോ ഉപയോഗിക്കണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുക ഉപഭോക്താവാണ്. അതുപോലെ പഴയ കാലത്തെ ജാതി വ്യവസ്ഥ ആവശ്യം ആയിരുന്നു അന്ന്, അതിനനുസരിച്ചാണ്. പിന്നെ അത് എങ്ങനെ ഉപയോഗിച്ചു, എങ്ങനെ ദുഷിപ്പിച്ചു എന്നുള്ളത് പിന്നീട് വന്ന കഥയാണ്. അപ്പോൾ ചുരുക്കത്തിൽ മതമുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള 4 വഴികളും കൂടി ഉറവങ്കര കാണിച്ചിരിക്കുകയാണ്. നമുക്ക് അതുമാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി അവസാനിപ്പിക്കാം. വ്രജിച്ചിടും പോകരുതാത്ത ദിക്കിൽ ഭുജിച്ചിടും തിന്നരുതാത്തതെല്ലാം ഭജിച്ചിടും ദുഷ്ടജനങ്ങളെ താൻ ത്യജിച്ചിടും ജാതിമതാശ്രമങ്ങൾ. എല്ലാവർക്കും നമസ്കാരം.